ഹായ്, കാൾ മീ കപിൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഈ ലോട്ടറി ടിക്കറ്റ്, അതായത് നമ്മളെ കേരള കേരള ഭാഗ്യക്കുറി. തീർച്ചയായും അത് നല്ല സുതാര്യമാണ്, ധൈര്യമായി മുന്നോട്ട് പോകുന്ന ഒരു ലോട്ടറി ടിക്കറ്റാണ് കേരള ടിക്കറ്റ്, കേരള ഭാഗ്യക്കുറികൾ. എന്നാൽ അതിനെക്കുറിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോട്ടറി എടുക്കാത്ത മനുഷ്യരില്ല. എല്ലാവരും ഭാഗ്യവാന്മാരാണ്, ഫസ്റ്റ് പ്രൈസ് അടിക്കണം എന്നൊക്കെ വിചാരിച്ച് എടുക്കും, എല്ലാവരും എടുക്കും. തീർച്ചയായും നമ്മൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിരിക്കണം. കേരള ലോട്ടറി ടിക്കറ്റ് 6 ടൈപ്പ്, അതായത് കാരുണ്യ പ്ലസ്, നിർമ്മൽ, കാരുണ്യ, സ്ത്രീ ശാസ്ത്രീകരണം, പിന്നെ 50-50, ആ രീതിയിൽ 6 ലോട്ടറികളുണ്ട്. 40 രൂപ, 50-50ക്ക് മാത്രം 50 രൂപ. അപ്പം ആ പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിന് അതിൻ്റെ അല്ലെങ്കിൽ അൽഗോരിതം, അതിൻ്റെ കണക്കുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് അതിൻ്റെ ഒരു അൽഗോരിതം ഉണ്ട്, ഒരു കണക്കുണ്ട്. ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് സമ്മാനം അടിച്ചിരിക്കും. ഇന്നത്തെ എന്ന് വെച്ചാൽ 4 അക്കത്തിനുള്ള പ്രൈസ്, അതായത് 4 അക്കം 5000 രൂപ. ഇപ്പം എല്ലാവരും സെറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്ന ലോട്ടറി. അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു ടിക്കറ്റ് എടുത്താൽ മതി, ഒറ്റ ടിക്കറ്റ്. അത് ഭ്രാന്തമായി അല്ലെങ്കിൽ അതേ രീതിയിൽ ഒരു ഹോബിയായി അഡിക്റ്റായി ലോട്ടറി ടിക്കറ്റ് ഒരിക്കലും എടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. നമ്മളെ ആഴ്ചയിൽ ഒരു ടിക്കറ്റ്, 2 ടിക്കറ്റ്, പറ്റുന്നെങ്കിൽ പരമാവധി 3 ടിക്കറ്റ് 40 രൂപ വെച്ച് എടുക്കുക. അത് നമ്മളെ സർക്കാരിൻ്റെ ഇതിലേക്ക്, നികുതിയിലേക്ക് പോകുന്നു 40 രൂപ ടിക്കറ്റ്. ഒരു ടിക്കറ്റ് വെച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇതിൻ്റെ അൽഗോരിതം എങ്ങനെ, കണക്ക്, ഈ രീതിയിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അടിച്ചിരിക്കും ഭാഗ്യം, ചെറിയതായാലും വലുതായാലും. ഇപ്പം ഞാൻ പറയുന്നത് 5000, 2000, 1000, 500, 100 എന്നുള്ള രീതിയിൽ അൽഗോരിതം വരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് പ്രൈസിനെ കുറിച്ചുള്ള അൽഗോരിതം വരുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടു നോക്കണം, മുഴുവനായി കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടു നോക്കുക. നമ്മൾ 5000 എന്നുള്ള കണക്ക് നോക്കുമ്പോൾ അത് ഈ അവസാനത്തെ 4 അക്കത്തിനാണ് 5000 വരുന്നത്. അത് 000 തൊട്ട് 900 അല്ലെങ്കിൽ 9099 വരെ. അതായത് മൊത്തം നിങ്ങളെ കണക്ക് നോക്കി 5000-ൻ്റെ കണക്ക് നോക്കി കഴിഞ്ഞാൽ 5000 രൂപയുടെ പ്രൈസ് ടോട്ടൽ വരുന്നത് 18 പ്രൈസാണ് 5000 രൂപയുടെ. 900, അതായത് 00 തൊട്ട് 9099 വരെ വരുന്ന അതിൽ 18 പ്രൈസുകളാണ് 5000-ൻ്റെ. അതുപോലെ 50-50ക്ക് ആകുമ്പം അത് 23 ആവും 5000-ൻ്റെ. അപ്പം അത് എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽഗോരിതം ഉണ്ട്. ആ കണക്കനുസരിച്ച് നിങ്ങൾ ഒരു ടിക്കറ്റെങ്കിലും എടുത്ത് നോക്കുക. അതായത് അതിന് മെയിനായിട്ട് മൊത്തത്തിൽ കണക്കൂട്ടലി വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ 5, 7, 9 എന്നുള്ള കണക്കൂട്ടലി നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഈ അവസാനത്തെ 4 അക്കം, അതായത് ഇപ്പം 44, 80 അല്ലെങ്കിൽ 153 അതന്നെ അടിച്ചേക്കുന്നത്. അതെങ്ങനെ കണക്കൂട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 അക്കം കണക്ക് കൂട്ടുമ്പോൾ 3 അൽഗോരിതം വെച്ച്, അതായത് 3 സംഖ്യ വെച്ച് 5, 7, 9 എന്നുള്ള രീതിയിൽ വരണം. അത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യുകയും വേണം കണക്ക് കൂട്ടുമ്പോൾ. അതായത് 0153 എന്ന നമ്പറിന് 5000 അടിച്ച് എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് 5000 അടിച്ചത്? അത് 3 കൂടെ കണക്ക് കൂട്ടുമ്പോൾ എത്ര വരും? അതിനകത്ത് 9 വരും. അതായത് 8, 1, 5, 3, അതായത് 5, 3, 8, 1, 9. ആ കണക്ക് കൂട്ടൽ മനസ്സിലായല്ലോ. അതേ അൽഗോരിതത്തിൽ വരുന്നത് കണക്ക് കൂട്ടണം. ഈ 3 കൂടെ കണക്ക് കൂട്ടുമ്പോൾ 5 വരുന്നത്, 7 വരുന്നത്, 9 വരുന്നത്. ഈ 3 പാറ്റേണിൽ വരുന്ന ടിക്കറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഒരു ടിക്കറ്റ് എടുക്കുക ആ രീതിയിൽ. അതായത് 3204, 3000-നകത്ത് അടിക്കുന്നത് 3204. അപ്പം അത് കണക്ക് കൂട്ടുമ്പോൾ എത്ര വരും? 3, 5, 5, 4, 9 തന്നെ. അത് എടുത്തു കഴിഞ്ഞാൽ 1000 എന്നുള്ള രീതിയിൽ വരുന്ന നമ്പർ വരുമ്പോൾ 1202 കണക്ക് കൂട്ടുമ്പം 5 വരുന്നു ടോട്ടൽ.
അതായത് 5-1, അത് 31-74. ആ രീതിയിൽ കണക്ക് കൂട്ടുമ്പം അത് 5 വരുന്നു. 31-74 ആകുമ്പം 31-74 അത് വരുന്നത് എത്ര? 15. അതായത് 5-ന്റെ 5, 10, 15 എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടിയപ്പം വരുന്നത്. അതേപോലെ 7-ന്റെ കൂട്ടുമ്പോൾ 7 വരാം, 14 വരാം, 21, 28 ഈ രീതിയിൽ 4 നമ്പർ കൂട്ടുമ്പോൾ 9 എടുക്കുമ്പം 9, 18, 27 ഈ 3 മനസ്സിലായി. ഇത് മൾട്ടിപ്പിൾ ചെയ്ത്, അതായത് 5-ന്റെ എടുക്കുമ്പോൾ 5, 10, 15, 20, 25 എന്നുള്ള രീതിയിൽ 4 നമ്പർ കണക്ക് കൂട്ടി വരും. 4 നമ്പർ കണക്ക് കൂട്ടുമ്പോൾ അതുപോലെ 7, 14, 21, 28 എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് 9, 18, 27, 30, 36, 36, 45 എന്നുള്ള കണക്ക് കൂട്ടില്ല. മനസ്സിലായോ? ഈ 4 നമ്പറുകൾ, അതായത് 5000-ന്റെ 4 നമ്പറുകൾ വരുമ്പം ഈ 5, 7, 9 എന്നുള്ള 4 നമ്പർ കണക്ക് കൂട്ടുമ്പം നോക്കണം. അതായത് നമ്മൾ ഈ ചിലപ്പം കണക്ക് കൂട്ടുമ്പം 5 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓക്കെ, ഇത് 5 സാധ്യത, വളരെ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അത് കണക്ക് കൂട്ടി 15 വരുന്നു, അല്ലെങ്കിൽ 10 വരുന്നു. ഇത് 3 നമ്പർ കൂടെ കൂട്ടുമ്പോൾ 10 വരുന്നു, അല്ലെങ്കിൽ 15. അല്ലെങ്കിൽ അടുത്തത് 7 കൂട്ടിയുമ്പം ഇത് 4 നമ്പർ കൂടെ കൂട്ടുമ്പോൾ 7. അല്ലെങ്കിൽ ചിലപ്പം 4 നമ്പർ കൂടെ കൂട്ടുമ്പോൾ 14 വരുന്നുണ്ട്. ചിലപ്പോൾ 4 നമ്പർ കൂടെ കൂട്ടുമ്പോൾ 21 വരുന്നുണ്ട്. അങ്ങനെ നോക്കണം. ആ അൽഗോരിതത്തിൽ ഉറപ്പായിട്ട് അടിച്ചിരിക്കും. നിങ്ങൾ ഇങ്ങനെ നോക്കി ഒരു ടിക്കറ്റ് ഒന്ന് എടുത്തു നോക്ക്. നമ്മൾ ഒരു ടിക്കറ്റ് നമ്പർ നോക്കാതെ കണ്ണും പൂട്ടി ഓരോന്നും എടുക്കുക, അങ്ങനെ എടുക്കരുത്. തീർച്ചയായും ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ അൽഗോരിതത്തിൽ 5, 7, 9 ഈ 3 പാറ്റേൺ, കാരണം പറയാൻ പറയണം, ഈ 3 പാറ്റേണിലാണ് അൽഗോരിതം ഇപ്പം കണക്കുകളിൽ വരുമ്പോഴും അതിൽ ആ അൽഗോരിതത്തിൽ കറങ്ങി വരുന്നത് കൂടുതലും എല്ലാ നമ്പറുകളും വരുന്നത് ഇതാണ് 5, 7, 9. മനസ്സിലായേ? അതായത് 3, 5, 7, 9, 1, 3, 5, 7, 9 എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുക. അതിൽ മെയിൻ വരുന്നത് 5, 7, 9. 5, 7, 9 4 നമ്പറുകൾ കണക്ക് കൂട്ടുമ്പം 5 വരിക, അല്ലെങ്കിൽ വീണ്ടും 4 നമ്പറുകൾ കൂട്ടുമ്പോൾ 10 വരിക, അല്ല അടുത്തൊരു 4 നമ്പർ കൂട്ടുമ്പോൾ 7 വരിക, അല്ലെങ്കിൽ അടുത്ത നമ്പർ കൂട്ടുമ്പോൾ 14 വരിക, അല്ലെങ്കിൽ അടുത്ത നമ്പർ കൂട്ടുമ്പോൾ 9 വരിക, അല്ലെങ്കിൽ 9 വരിക. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ കൂട്ടുമ്പോൾ 18 വരിക. മനസ്സിലായല്ലോ പറഞ്ഞത്? ഈ അവസാനത്തെ 4 നമ്പറിനല്ലേ 5000, 2000, 1000, 500 എന്നുള്ള രീതിയിൽ അങ്ങനെ കണക്ക് കൂട്ടുക. അങ്ങനെ കണക്ക് കൂട്ടി നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്ത് നോക്കുക, ഉറപ്പായി ഒരു സമ്മാനങ്ങളും കിട്ടിയിരിക്കും. ആ രീതിയിൽ കണക്ക് കൂട്ടി എപ്പോഴും നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. 5, 7, 9 ആ രീതിയിൽ നിങ്ങൾ കണക്ക് കൂട്ടി ടിക്കറ്റ് എടുത്താൽ ഉറപ്പായി ലോട്ടറി അടിച്ചിരിക്കും. തീർച്ചയായും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം ഇനി ഇതിൻ്റെ വലുത് 1ാം സമ്മാനം, 2ാം സമ്മാനം, അതിനെക്കുറിച്ചുള്ള അൽഗോരിതം ഇതേ പാറ്റേണിൽ വരുന്നത്, അതിനെക്കുറിച്ചുള്ള ഞാൻ അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. അറിയാലോ, ഇത് തന്നെ. അവസാനത്തെ 4 നമ്പറിൻ്റെ കാര്യം പറഞ്ഞത്, 4 നമ്പറിൻ്റെ 5000-ൻ്റെ ആ രീതിയിൽ ഞാൻ പല രീതിയിലും കണക്ക് കൂട്ടി ഞാൻ നോക്കി, പല രീതിയിലും ഞാൻ ഓരോന്ന് നോക്കി. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ രീതി അൽഗോരിതത്തിലാണ് ടിക്കറ്റുകൾ മെയിൻ 100-ൽ 95% അല്ലെങ്കിൽ 98% വീഴുന്നത്. 7, 5, 7, 9 അല്ലെങ്കിൽ 1, 3, 5, 7, 9 എന്നുള്ള കണക്കുകൂട്ടലിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. അതിൽ കൂടുതലും വീഴാൻ സാധ്യതയുള്ള 5, 7, 9 കണക്ക് കൂട്ടുമ്പോൾ ഈ 4 നമ്പർ അവസാനത്തെ അങ്ങനെ നിങ്ങൾ എടുത്തു നോക്കൂ, ഉറപ്പായി അടിച്ചിരിക്കും. ഇന്ന് തന്നെ നിങ്ങളൊരു ടിക്കറ്റ് എടുത്തു നോക്കൂ.